തീർച്ചയായും നമ്മൾ പ്രാർത്ഥനയോട് കൂടി ദിവസത്തിലായിരിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ വചനത്തിൽ നിന്ന് കർത്താവിനോട് സംസാരിക്കാൻ വിശ്വസ്തനാണ്. പ്രാർത്ഥനയോട് കൂടി നമുക്ക് ദിവസത്തിലായിരിക്കും. ഇന്നത്തെ ദൈവ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26 മുതൽ 17 വാക്യങ്ങളായി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികളുടെ മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇടയുന്ന എല്ലാ ഇടജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ സകല എല്ലാ പറവുകൾക്കും ഭൂമിയിൽ ചലിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യാവിശേഷമായ 6-ാം ദിവസം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കപ്പെട്ടത്. മാനവകുലത്തിന്റെ സ്തോത്രം ക്രിയേഷനോടനുബന്ധിച്ച് കർത്താവിന്റെ വചനത്തിൽ നമ്മളോട് പ്രതിപാദിക്കുന്ന ഭാഗമാണല്ലോ വായിച്ചു കേൾക്കപ്പെട്ടത്. നമ്മൾ വായിച്ചു നിർത്തിയ ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സ്തോത്രം നമ്മെ നിർമ്മിച്ച് സ്തോത്രം നമ്മെ ഹല്ലേലൂയ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം സ്തോത്രം വെറുതെ വിടുന്ന ഒരു കർത്താവല്ല എന്ന് ആ ഒരു വാക്കിൽ തന്നെ വ്യക്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, കർത്താവ് ക്രിയേറ്റ് ചെയ്ത സ്തോത്രം മനുഷ്യനെ അല്ലെങ്കിൽ കർത്താവ് സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെയും കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവ് നോക്കി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്ത് രാത്രി ഈ വൈകിയ സമയത്ത് കർത്താവിന്റെ ശയനമായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ നോക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്റെ കർത്താവ് എന്നെ കാണുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവ് ഇവിടെ പറയുകയാണ്, അദ്ദേഹത്തിന് വിളിച്ചു പറയുകയാണ്, താൻ ഉണ്ടാക്കിയതൊക്കെയും എത്രയും നല്ലത് എന്ന് ദൈവം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, അപ്പോൾ കർത്താവ് സൃഷ്ടിച്ച സകലത്തെയും നോക്കിയ ദൈവം ഇവിടെ പറയുകയാണ്, താൻ സൃഷ്ടിച്ചതൊക്കെയും എത്രയും നല്ലത് എന്ന് നമ്മുടെ കർത്താവ് കാണുകയാണ്, കർത്താവ് പറയുകയാണ്. ഇതിൽ പരം ഭാഗ്യം സ്തോത്രം മാനവകുലത്തിന് അല്ലെങ്കിൽ ഹല്ലേലൂയ കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഹല്ലേലൂയ ക്രീച്ചേഴ്സിന് ഹല്ലേലൂയ പറയാനുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ഞാൻ ഉണ്ടാക്കിയ സകലതും എത്രയും നല്ലതെന്ന് സ്തോത്രം മറ്റുള്ളവരുടെ ആരുടെയും കണ്ണിൽ കണ്ടെന്നല്ല, എന്റെ കണ്ണിൽ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദിവസമായിരിക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ ആ കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടിട്ട് സന്തോഷം ഉണ്ടാകണം. കാരണം എന്താണെന്നറിയാമോ? പലപ്പോഴും സ്തോത്രം നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തിക്കുന്ന ഒരു വാക്കുണ്ട്, ഒരു ചിന്താമണ്ഡലമുണ്ട്. ഞാൻ കൊള്ളാവുന്നവനാണോ? ഞാൻ നല്ലവനാണോ? അല്ലെങ്കിൽ ഞാൻ സ്തോത്രം എന്റെ കർത്താവ് എന്നെ നിയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്തോത്രം എന്നെ ആക്കിയിരിക്കുന്ന മേഖലകളിലോ എന്തെങ്കിലും അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ ഉപയോഗപ്രദമാകാൻ തക്കവണ്ണം കൊള്ളാകുന്നവനാണോ? സ്തോത്രം ഞാൻ യോഗ്യനാണോ? ഇങ്ങനെയൊക്കെയുള്ള പല തോട്ട്സ് പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. തിരിച്ചറിയുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? പലപ്പോഴും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ കർത്താവിന്റെ വചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ്, നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മോട് പറയുകയാണ്, ഇന്ന് രാത്രി നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ആ ഒരു സ്തോത്രം ചിന്തകൾക്ക് ഒരു മാറ്റം വരുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ സൃഷ്ടിച്ച സകല സൃഷ്ടിയെയും ഞാൻ നോക്കുന്നുണ്ട്, അപ്പോൾ തന്നെ അവ ഏറ്റവും നല്ലതെന്ന് കർത്താവ് കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ പരം ഒരു സ്തോത്രം ആ ഒരു വാക്ക് മറ്റാരും നമുക്ക് കേൾക്കാനില്ല. കാരണം നമ്മുടെ കർത്താവ് നമ്മോട് പറയുക, സ്തോത്രം നീ ഏറ്റവും നല്ലവനാണ്, നീ ഏറ്റവും ഹല്ലേലൂയ മാന്യനാണ്, നീ ഏറ്റവും ശ്രേഷ്ഠനാണ് എന്ന് നമ്മുടെ കർത്താവിന്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കുവാനിടയായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നാം കേൾക്കുന്ന പലപ്പോഴും പല വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നു ഹല്ലേലൂയ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളായിരിക്കുന്ന പ്രവർത്തന മേഖലകളിൽ നമ്മുടെ ജോലി സാഹചര്യങ്ങളിൽ
സ്തോത്രം നമ്മുടെ കുടുംബത്തിൽ, സ്തോത്രം നമ്മളായിരിക്കുന്ന ചർച്ചിൽ ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേട്ടെന്ന് വരാം, ചിലപ്പോൾ അഭിമുഖീകരിച്ചെന്ന് വരാം, ഒറ്റപ്പെട്ടെന്ന് വരാം. സ്തോത്രം സ്തോത്രം നീ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ള ചിന്തയോടെ സ്തോത്രം പലരും പ്രവർത്തിച്ചെന്ന് വരാം. ഒരു പക്ഷേ അത് നമ്മുടെ ഹൃദയത്തെ ഹേർട്ട് ചെയ്ത പലപ്പോഴുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയെന്ന് വരാം. ഇവിടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം നോക്കണം. ആ സന്ദർഭത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നാം നോക്കേണ്ടത് കർത്താവിന്റെ വചനത്തിലേക്കാണ്. എന്റെ അപ്പൻ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? എന്റെ അപ്പൻ എന്നെ കുറിച്ച് പറയുന്നു, ഞാൻ ഹല്ലേലൂയ അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് മാന്യമായിട്ടാണ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ഹല്ലേലൂയ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വേദനയും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്താഗതികൾ കടന്നു പോകുന്നത്? നമ്മൾ നോക്കുന്നത് നമ്മളിലേക്ക് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമ്മൾ നോക്കുന്നത് നമ്മളിലേക്കാണ്. അത് കഴിഞ്ഞ് നാം നോക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ളതിലേക്കാണ് നമ്മൾ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും കർത്താവിലേക്ക് നോക്കാൻ എത്ര പേർക്കിടയായി തീർന്നിട്ടുണ്ട്. സ്തോത്രം. ഞാനിത് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും എനിക്കത് കഴിഞ്ഞിട്ടില്ല. എന്നാൽ സ്തോത്രം എപ്പോഴൊക്കെയോ ഞാൻ ആ സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോഴും ഹല്ലേലൂയ ഞാൻ എന്റെ കർത്താവിലേക്ക് നോക്കിയപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് സന്തോഷം കടന്നു വരുവാനിടയായി. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മോട് വിളിച്ചു പറയുകയാണ്, നാം നമ്മുടെ കർത്താവിലേക്ക് നോക്കിയാൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ എത്രയോ മാന്യനാണെന്ന്, ഞാൻ എത്രയോ ശ്രേഷ്ഠനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, പലരുമായി നമ്മെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാറുണ്ട്. സ്തോത്രം. അവർക്ക് പലർക്കും നമ്മുടെ കൂടെ സഹകരിക്കുന്ന, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന പലർക്കും പലതും ഉണ്ടല്ലോ. എന്നേക്കാൾ ഉയർച്ച അവർ പ്രാപിച്ചല്ലോ, എന്നേക്കാൾ സ്തോത്രം പല കാര്യങ്ങളും അവർ നേടിയല്ലോ. എനിക്കങ്ങനെയൊന്നും നേടാൻ കഴിയുന്നില്ല, എനിക്കങ്ങനെയൊന്നും സ്തോത്രം സന്തോഷിക്കാൻ കഴിയുന്നില്ല, പല നിലകളിലും ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല. പ്രിയരെ, നാം ലോകത്തിൽ കാണുന്ന ഉയർച്ചയുടെ മണ്ഡലങ്ങളോ അല്ലെങ്കിൽ സ്തോത്രം സാമ്പത്തികമായി പലരുടെയും ഉയർച്ചയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായോ സാമൂഹികപരമായിട്ടോ അവർ അനുഭവിക്കുന്ന ഉയർച്ചയുടെ മണ്ഡലങ്ങളോ ഒന്നുമല്ല സ്തോത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന നിലകളിൽ ദൈവം നമുക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു മാർഗം. ഇത് മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ മാനുഷികമായി നമ്മളിലേക്ക് നോക്കുകയും നമ്മൾ മാനുഷികമായി മനുഷ്യരിലേക്കും ലോകത്തിലേക്കും നോക്കുന്നത് കൊണ്ടാണ് സ്തോത്രം നമ്മുടെ കുറവുകളെ കണ്ടിട്ട് സ്തോത്രം എന്ത് കുറവാണ് നമ്മളിൽ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഇല്ല എന്നുള്ളൊരു തോന്നൽ നമ്മളിലേക്ക് കടന്നു വരുന്നു. ആ ചിന്തകൾ നമ്മുടെ മനസ്സിനെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മുടെ മനസ്സിനെ സ്തോത്രം വളരെയേറെ വേദനയിലേക്ക് കൊണ്ടുപോകുന്നത്, അത് പിന്നത്തേതിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരാജയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയില്ല. യേശുവിലേക്ക് നോക്കിയാൽ, നമ്മെ സൃഷ്ടിച്ചവനായ കർത്താവിലേക്ക് നോക്കിയാൽ, തിരുവചനത്തിലൂടെ പറയുന്നു, ഒരു നിമിഷം കൊണ്ട് നീ ഏതൊക്കെ മേഖലകളിൽ ഹല്ലേലൂയ ഉയർച്ച ആഗ്രഹിക്കുന്നു, ഏതൊക്കെ മേഖലകളിൽ കർത്താവേ എനിക്ക് വളരണമെന്ന് ആഗ്രഹിക്കുന്നു, ഏതൊക്കെ മേഖലകളിൽ എനിക്ക് കുറവുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു, ആ മേഖലകളിൽ സ്തോത്രം അവന്റെ ഒരു വാക്കിനാൽ നിസ്സാര നിമിഷം കൊണ്ട് ചേഞ്ച് വരുത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഈ ക്രിയേഷന്റെ ഭാഗത്ത് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ ഒരു വാക്ക് കൊണ്ട് പ്രൈസ് ദി ലോർഡ് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നു. അവൻ അസാധ്യമായത് ഒന്നുമില്ല എന്ന് നമുക്ക് ആ ഭാഗങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിന്റെ ആരംഭഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു വന്നത്, നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വരുന്ന ഈ ചിന്താഗതികളുടെ ഒക്കെ ഈ സമയങ്ങളിൽ കർത്താവിലേക്ക് നമ്മൾ ഉയരട്ടെ, കർത്താവിലേക്ക് നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ് ഉയരട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് എന്നെ മാന്യനായി കണ്ടിരിക്കുന്നു, ആ കർത്താവ് എന്നെ നല്ലവനായി കണ്ടിരിക്കുന്നു, ഏറ്റവും നല്ലതായി എന്റെ കർത്താവ് എന്നെ എണ്ണിയിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മളിൽ നിറയട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ 2-ാം അധ്യായത്തിന്റെ ആരംഭ വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ സകല സൃഷ്ടിയെയും കർത്താവ് സൃഷ്ടിച്ചതിന് ശേഷം 7-ാമത്തെ ദിവസമാണ് കർത്താവ് എന്ത് ചെയ്ത് നിവൃത്തനായി തന്റെ വേലയെല്ലാം പൂർത്തീകരിച്ചത് അല്ലേ? 7-ാമത്തെ ദിവസം തന്റെ വേലയെല്ലാം പൂർത്തീകരിച്ചു താൻ നിവൃത്തനായി സ്വസ്ഥനായി എന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവിന് നമ്മൾ എത്രത്തോളം വിലയേറിയവരാണ്, നമുക്ക് വേണ്ടി കർത്താവ് എത്രത്തോളം വില തരുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണമെങ്കിൽ ആ സൃഷ്ടിയിലേക്ക് ഒന്ന് നോക്കണം. 1-ാമത്തെ സൃഷ്ടിയിലോ 2-ാമത്തെ ദിവസം സൃഷ്ടിച്ചപ്പോഴോ 2-ാമത്തെ ദിവസത്തെ സൃഷ്ടി നടന്നപ്പോഴോ 3-ാമത്തെ ദിവസത്തെ സൃഷ്ടി നടന്നപ്പോഴോ 4-ാമത്തെയോ 5-ാമത്തെയോ
ആറാമത്തെ ദിവസത്തെ സൃഷ്ടിയിലെ ആരംഭ സൃഷ്ടികൾ ചെയ്തു കഴിഞ്ഞപ്പോഴും കർത്താവ് അവിടെ കൊണ്ട് നിർവൃതനായി തീർന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. കർത്താവിന്റെ വേല അവിടെ തികഞ്ഞു എന്ന് കർത്താവിന് തൃപ്തി വരുന്നില്ല. നമ്മൾ എത്രയും പ്രഷ്യസ് ആണ് എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ ആ വചനത്തിന്റെ അകത്തേക്ക് നാം കടന്നില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മെ സൃഷ്ടിക്കാതെ കർത്താവിന് തന്റെ പ്രവൃത്തിയിൽ പൂർത്തി വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ കർത്താവിന് എന്തോ കുറവുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മെ കൂടാതെ ഈ സൃഷ്ടിയുടെ പൂർത്തീകരണം നടത്തി തീർക്കാൻ കർത്താവിന് കഴിവില്ല എന്നല്ല ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. മറിച്ച് മാനവകുലത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ, എന്നെയും നിങ്ങളെയും കർത്താവ് എന്തിനു വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ ഹൃദയത്തിനകത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്റെ കർത്താവ് ഒന്നാമത്തെ ദിവസം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒന്നാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ വെളിച്ചം ഉണ്ടാക്കി. വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. അവിടെ തന്നുള്ളതിനായില്ല. രണ്ടാമത്തെ ദിവസത്തേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അവിടെ ആകാശവിധാനത്തെ കൊണ്ടുവരികയാണ്. വെള്ളങ്ങളെ വേർതിരിക്കുവാൻ വേണ്ടി സ്തോത്രം ആകാശവിധാനത്തെ കൊണ്ടുവന്നു. ആകാശവിധാനത്തിന് മുകളിലെ വെള്ളവും ആകാശവിധാനത്തിന് കീഴെയുള്ള വെള്ളവുമായി അതിനെ വേർതിരിച്ചു. അവിടെയും തന്നെ നിർവൃതനായില്ല. മൂന്നാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നു ഭൂമിയിൽ നിന്ന് പച്ചസസ്യങ്ങളും പുല്ലും അതുപോലെ തന്നെ സ്തോത്രം വിത്തുള്ള സകലതരം വൃക്ഷലതാദികളും കർത്താവ് സൃഷ്ടിച്ചു. തന്റെ വാക്കിനാലുള്ളതായി വന്നു. എന്നാൽ അവിടെയൊന്നും കർത്താവ് എന്ത് ചെയ്തില്ല? നിർവൃതനായില്ല. 5 മാറിലേക്ക് നാം നോക്കുമ്പോൾ വെള്ളത്തിൽ ചരിക്കുവാൻ തക്കവണ്ണം മത്സ്യങ്ങളും തിമിംഗലവും ആകാശത്തിലെ പറവകളും 5-ാം ദിവസത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും സ്തോത്രം ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കർത്താവ് സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസത്തിന്റെ ആരംഭത്തിൽ മൃഗങ്ങളെയും സ്തോത്രം സകല വന്യജീവികളെയും കർത്താവ് സൃഷ്ടിച്ചു. അവിടെ ഒന്നും കർത്താവിന് തൃപ്തി വരുന്നില്ല. കർത്താവിന് ബോധ്യം വന്നു. കർത്താവിന് ബോധ്യം വന്ന് എന്റെ ഭാഷയിൽ പറയുക, ഇതിലേക്ക് വാഴാൻ എനിക്ക് ഒരുവരെ ആവശ്യമാണ്. താൻ സൃഷ്ടിച്ച സകലത്തെയും വാഴാൻ എനിക്ക് ഒരുവരെ ആവശ്യമാണ്. കർത്താവിന് വേണമെങ്കിൽ കർത്താവ് സൃഷ്ടിച്ച ജലജന്തുക്കളിൽ നിന്നോ ഏതെങ്കിലും ജീവജാലങ്ങളിൽ നിന്നോ ഏതെങ്കിലും വന്യമൃഗങ്ങളിൽ നിന്നോ ഒന്നിനെ എന്ത് ചെയ്യാം? ഈ താൻ സൃഷ്ടിച്ച സകലത്തെയും വാഴാൻ വേണ്ടി സെലക്ട് ചെയ്യാമായിരുന്നു. പക്ഷെ തന്നെയുമായി ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ആമേൻ നമ്മുടെ കർത്താവുമായി സ്തോത്രം അതിനെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഹല്ലേലൂയ അതിന് അവരാരും യോഗ്യരല്ല. അവിടെ നമ്മുടെ യോഗ്യതയും അല്ല പറഞ്ഞു വരുന്നത് കേട്ടോ. നമുക്ക് യോഗ്യതയൊന്നുമില്ല. കർത്താവ് ചിന്തിക്കുകയാണ് ഹല്ലേലൂയ തനിക്ക് തന്റെ സൃഷ്ടിയെ വാഴാൻ ഒരുവനെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ച വാക്യത്തിന്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കി. പിന്നെ ആരംഭത്തിലുള്ള എല്ലാ സൃഷ്ടികളിലും പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ മാനവകുലത്തിന്റെ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ ഇതാ തിരുവചനം എടുത്തു പറയുന്നു, ത്രിയേക ദൈവത്തെ ഇവിടെ എടുത്തു പറയുകയാണ്. അനന്തരം നാം നമ്മുടെ സാദൃശ്യപ്രകാരം. നമ്മൾ എത്ര ശ്രേഷ്ഠരാണ് എന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. ആരംഭത്തിൽ പറഞ്ഞല്ലോ നമ്മുടെ കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കർത്താവ് പറയുന്നു, ഞാൻ മെനഞ്ഞ ഇവർ ഏറ്റവും മാന്യതയുള്ളവരാണ്. എങ്ങനെയാ മാന്യനായി തീർന്നത്? തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, താൻ സൃഷ്ടിച്ച സകലത്തെയും വാഴുവാൻ താൻ ഒരുവനെ തിരഞ്ഞെടുക്കുകയാണ്. ആരെയാ തിരഞ്ഞെടുത്തേ? എങ്ങനെയാ തിരഞ്ഞെടുത്തേ? എങ്ങനെയാ അവരെ സൃഷ്ടിച്ചേ? തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും അവരെ സൃഷ്ടിച്ചു. പിതാവിന്റെ ത്രിയേക ദൈവത്തിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവെന്ന തൃത്വ
മഹത്വം അടങ്ങിയിരിക്കുന്നത് പോലെ തന്നെ ദേഹം, ദേഹി, ആത്മാവ് എന്ന ഒരു ട്രിനിറ്റി കൂട്ടായ്മയിൽ പ്രൈസ് ദി ലോർഡ് ദൈവം തന്റെ സാദൃശ്യപ്രകാരം നമ്മെ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്ന് വിളിച്ചു പറയുന്നു, ഇങ്ങനെ എന്റെ സാദൃശ്യപ്രകാരം എന്റെ സ്വരൂപത്തിൽ അവരെ ഞാൻ സൃഷ്ടിച്ചത് ഹല്ലേലൂയ വാഴുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഭൂമിയിൽ താൻ സൃഷ്ടിച്ച സകല ചരാചരങ്ങളെയും അടക്കി വാഴുവാനും, അവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്ന സകലത്തെ റൂൾ ചെയ്യുവാൻ തക്കവണ്ണം ഒരു അധികാരം സ്തോത്രം ദൈവം ആർക്ക് കൊടുത്തു? നമുക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താ? സകലത്തെ വാഴുവാൻ തക്കവണ്ണം അധികാരം ലഭിച്ച, ദൈവത്തിൽ പെർമിഷൻ കിട്ടിയ നമ്മുടെ ഇന്നത്തെ അവസ്ഥ, ദൈവജനത്തിന്റെ അവസ്ഥ, സ്തോത്രം, എവിടെയാണോ ദൈവം വാഴാൻ പറഞ്ഞത് അവിടെ നിന്ന് പുറത്തു വന്നിട്ട് ഹല്ലേലൂയ ദൈവം എവിടെ വാഴാൻ ആഗ്രഹിക്കുന്നില്ലയോ അവിടെ വാഴുകൊണ്ടിരിക്കുക. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? പാപത്തിന്റെയും ശാപത്തിന്റെയും അതുപോലെ ദൈവഹിതമല്ലാത്ത മേടുകളിൽ സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത മേഖലകളിലൂടെ വാഴുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയാൽ എങ്ങനെ നമുക്ക് കർത്താവിന്റെ ഹിതപ്രകാരം വാഴാൻ കഴിയും? എങ്ങനെ നമുക്ക് കർത്താവ് ഇപ്രകാരം ദൈവത്തിന് വന്ന് വിളിച്ചു പറയുകയാണ്, യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ വീണ്ടും കൈക്കൊള്ളും. ആമേൻ. നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ വീണ്ടും കൈക്കൊള്ളും. നിങ്ങളെയും മടങ്ങി വന്നാൽ വീണ്ടും കൈക്കൊള്ളാൻ റെഡിയായി നിൽക്കുന്ന ഒരു പിതാവ്. നമ്മളോട് തന്നെ ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ഹൃദയത്തോട് തന്നെ നമ്മൾ തന്നെ ചോദിക്കേ, എവിടേക്കാ എന്റെ അപ്പനിൽ നിന്ന് വാഴാൻ വേണ്ടി എന്നെ നിർമ്മിച്ചവൻ, വാഴാൻ വേണ്ടി ദൈവഹിത പ്രകാരമുള്ള ഒരു വാഴ്ചയിലേക്ക് കടന്നു കയറുവാൻ വേണ്ടി എന്നെ അനുഗ്രഹിച്ച് പുറത്തു കൊണ്ടുവന്ന നിർമ്മിച്ച എന്റെ അപ്പനിൽ നിന്ന് ഞാൻ എവിടെയാണ് മാറിപ്പോയത്? ഇതിനകത്ത് നമ്മുടെ ഹൃദയങ്ങളോട് ചോദിക്കാൻ ദൈവം പറയുക, ഇതിനാത്മാവോട് ചോദിക്കുകയാണ്. ഇവരെ വിളിച്ചു പറയുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ വീണ്ടും കൈക്കൊള്ളും. മനുഷ്യരല്ല പറയുന്നല്ലോ, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ വീണ്ടും കൈക്കൊള്ളും. സ്വീകരിച്ചേ. ഇത് സൈന്യമല്ല പറയുന്നേ, ദൈവത്തിന്റെ വചനമാണ്. നീ മടങ്ങി വന്നാൽ നിന്നെ വീണ്ടും തീർന്നില്ല. അപ്പൊ പറയാ, നീ അധമമായി ഒഴിച്ച് നീ എവിടെയാണോ എന്നിൽ നിന്ന് വീണുപോയത്, നീ എവിടെയാണോ എന്നിൽ നിന്ന് വീണുപോയത്, നീ എവിടെയാണോ എന്നിൽ നിന്ന് അകന്നുപോയത്, അതിലേക്ക് നിന്നെ നടത്തിവിട്ട അധമമായതെന്തോ ഉണ്ട്. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ നാവ് എന്റെ നാവ് പോലെ ആയിത്തീരും. ഇതിലൂടെ നാം വീണ്ടും കർത്താവിന്റെ ആ വാഴുന്ന പദവിയിലേക്ക് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. വാഴുവിന്റെ അതോറിറ്റിയിലേക്ക് വീണ്ടും നമ്മൾ റീസ്റ്റോർ ചെയ്യപ്പെടാൻ പോവുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, അപ്പാ ഞാൻ എവിടെയൊക്കെയോ വീണു പോയത് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന പിതാവേ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കഥ പറയുന്നു, ദൈവം അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അപ്പൊ താൻ സൃഷ്ടിച്ച മനുഷ്യരെ എല്ലാവരെ പോലെ, താൻ സൃഷ്ടിച്ച മറ്റ് ക്രീച്ചറുകളെ പോലെ ആയിരുന്നില്ല, സൃഷ്ടികളെ പോലെ ആയിരുന്നില്ല കർത്താവ് നമ്മോട് ഇടപെട്ടത്. തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. മാത്രവുമല്ല, അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അവരെ അനുഗ്രഹിച്ചു. ഈ മോളിൽ നമ്മൾ വായിച്ചു കേൾക്കപ്പെടുന്ന, നമ്മൾ വായിച്ച കാണാൻ കഴിയുന്ന 5 ദിവസത്തെ സൃഷ്ടിയിലുള്ള ഒരു സൃഷ്ടിയോടും വാഴാൻ പറഞ്ഞില്ല കർത്താവ്. ആകെ സൂര്യനോടും ചന്ദ്രനോട് പറഞ്ഞു വാഴാൻ. അത് പകലും രാത്രി പാടാൻ അവരോട് കൊടുത്ത ആ കുട്ടി ഈ പകൽ വേണം. പക്ഷെ കർത്താവ് നമ്മോട് പറഞ്ഞത് അങ്ങനെയല്ല. ദൈവഹിത പ്രകാരം ഒരു വാഴ. പിന്നെ പറയുന്നു, ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി. സ്തോത്രം. മത്സ്യത്തിന്മേലും
സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പ്രവജാതിയിന്മേലും സകല ഭൂജന്തുവിന്മേലും വാഴി വരുന്നവരോട് കൽപ്പിച്ചു. ഇവിടെ ഒരു വർധനവ് ദൈവം മനുഷ്യർക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുക, അതിനെ അടക്കി വരിക. ദൈവം അനുഗ്രഹിച്ചവന്റെ ജീവിതത്തിൽ, ദൈവം അനുഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വർധനവുണ്ടാകും. ആമേൻ. ദൈവം അനുഗ്രഹിക്കുന്നവരുടെ ജീവിതം എന്നും ശോഷിച്ചിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ അവരെ അനുഗ്രഹിച്ചു. അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിന്റെ പാത്രം ഇവിടെ പറയുന്നത്, നിങ്ങൾ വർദ്ധിക്കണം, നിങ്ങൾ പെരുകണം, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ സന്താനപുഷ്ടിയിൽ വർദ്ധിക്കുക എന്നുള്ളത് മാത്രമല്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കിക്കേ. God blessed them and God said to them, be fruitful and multiply. Praise the Lord. നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു വർധനവുണ്ട്, നമുക്കൊരു ഒരു നിറവിന്റെ അനുഭവം ഒക്കെ ഈ ഭൂമിയിൽ വേണം. പക്ഷെ നമ്മൾ ഫലം കൊടുക്കുന്നവരും കൂടെ ആകണമെന്നുള്ള പറയുന്നു. Praise the Lord. എങ്ങനെയെങ്കിലും സ്തോത്രം ഒരു വർധനവുണ്ടാക്കി എങ്ങനെയെങ്കിലും പാട്ടും പാടി താളം കൊട്ടി മുന്നോട്ട് പോകാനല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുന്നവരും കൂടിയായി മാറാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Praise the Lord. നോക്കിക്കേ, ദൈവം അനുഗ്രഹിച്ച അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഓടിപ്പോയി നോക്കാം. അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 5 രാജാക്കന്മാർ, ശക്തരായ 5 രാജാക്കന്മാർ, അവരുടെ പേരൊന്നും വായിക്കൊള്ളത്തില്ല, അവിടെ ഞാൻ സ്തോത്രം. അവിടെ പറയുന്ന പ്രകാരം 5 രാജാക്കന്മാരിൽ പ്രമുഖരായ സോദോം രാജാവും ഗോമോര രാജാവും. സ്തോത്രം. സോദോം രാജാവും ഗോമോര രാജാവും അവരോട് ചേർന്നുള്ള 3 രാജാക്കന്മാർ വേറെ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വേറെ ഒരു 4 രാജാക്കന്മാർ. അതിൽ പ്രമുഖനാണ് ഏലാം രാജാവായ കെദോലോമോർ. ഏദോം രാജാവായ കെദോലോമോറിന്റെ കൂടെ ഒരു 3 കൂട്ടർ, അവർ 4 സംഖ്യം, 4 രാജാക്കന്മാർ. ഏദോം രാജാവിനോടും ഗോമേര രാജാവിനോടും ചേർന്ന് 3 കൂട്ടർ. അങ്ങനെ അവർ 5 പേരും ഇവർ 4 പേരും. 4 കൂട്ടം രാജാക്കന്മാർ ഈ 5 രാജാക്കന്മാർക്ക് നേരെ യുദ്ധത്തിന് പോയി. യുദ്ധം തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഏദോം രാജാവും ഗോമേര രാജാവും വഴി പോയി. മറ്റ് 3 കൂട്ടരെയും കൂടി ഈ ഏലാം രാജാവായ സ്തോത്രം കെദോലോമോർ തോൽപ്പിക്കുകയാണ്. തോൽപ്പിച്ച് ഏദോമിലുണ്ടായിരുന്ന നമ്മുടെ അബ്രഹാമിന്റെ സഹോദരപുത്രനായിരുന്ന സ്തോത്രം ലോത്തിനെയും അവരുടെ സംഘത്തെയും അവരുടെ കൂടെയുള്ളവരെയും പിടിച്ച് സമ്പത്തുമായി പോയി കളഞ്ഞു. എന്നാൽ അത് കേട്ട അബ്രഹാം തന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളുമായി കടന്നുപോയി ഈ 4 ശക്തന്മാരായ 4 രാജാക്കന്മാരെ അവരുടെ സൈന്യത്തെയും തോൽപ്പിച്ചു മടങ്ങി വരുന്നു. നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ആഴം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 5 ശക്തന്മാരായ രാജാക്കന്മാരെ തോൽപ്പിച്ചവരായി 4 പേര്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവരുടെ സൈനിക ശേഷികൾ ഇവിടെ എത്ര ഉണ്ടെന്ന് പറയുന്നില്ല. ആ വലിയൊരു സൈനിക ശേഷിയെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരുവൻ 318 അഭ്യാസികളുമായി വളരെ ചെറിയ വിരലിലെണ്ണാവുന്ന ഒരു കൂട്ടരുമായി പോയി അവരെ തോൽപ്പിച്ചു മടങ്ങി വന്നു. അതും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടാൽ നമുക്ക് വലിയ സൈന്യത്തിന്റെയോ വലിയ ശക്തിയുടെയോ ഒന്നും ആവശ്യമില്ല ജയിക്കണമെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹത്തിനകത്ത് നാം നിന്നാൽ, ആ അപ്പനോട് ചേർന്ന് നാം നിന്നാൽ, നമുക്ക് നേരെ വരുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ ജയിക്കാൻ സ്തോത്രം നമ്മുടെ പവർ വേണ്ടെന്ന്. നമ്മോട് കൂടെയുള്ളവൻ, നമ്മെ അനുഗ്രഹിച്ചവൻ നമ്മെ ജയിപ്പിക്കാം. അബ്രഹാം അവരെ ജയിച്ചു. താൻ മടങ്ങി വരികയാണ്. താൻ മടങ്ങി വരുമ്പോൾ ഇത് എങ്ങനെ സാധിച്ചു? വഴി വെച്ച് 2 പേർ വീണുപോയായിരുന്നല്ലോ.
ഏതോ രാജാവ് വീണുപോയി. ഏതോ രാജാവ് ഇത് അറിഞ്ഞു. ഇതാ ചെറിയൊരു കൂട്ടരുമായി പോയി ഒരുവൻ അവരെ തോൽപ്പിച്ചിരിക്കുന്നു. വഴിയിൽ വെച്ച് ഏതോ രാജാവ് അവനെ എതിരേറ്റ് ചെന്നു. ഏതോ രാജാവ് അബ്രഹാമിനോട് പറയുന്നൊരു വാക്കുണ്ട്. ഏതോ രാജാവ് അവന്റെ അവസ്ഥ മനസ്സിലാക്കി. നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ടാണ് ശത്രു പിശാച് തന്ത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. സ്തോത്രം. നമ്മുടെ വീക്ക് പോയിന്റ് എവിടാന്ന് മനസ്സിലാക്കിയിട്ട് പിശാച് നമ്മളോട് ഇടപെടും. സ്തോത്രം. യേശുവിനോട് ഇടപെട്ടില്ല. എങ്ങനെ? യേശുവിന് ആ വീക്ക് പോയിന്റ് ഉണ്ടെന്നല്ല, യേശുവിന്റെ ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട് യേശു ഉപവസിച്ചപ്പോൾ പിശാച് യേശുവിനെ പരീക്ഷിച്ചു. എന്നതുപോലെ ഇവിടെ ഇതാ അബ്രഹാമിന്റെ അടുക്കിലേക്ക് ഏതോ രാജാവ് വരിക. ഏതോ രാജാവിന് മനസ്സിലായി അബ്രഹാമിന് വലിയ ചിക്കിയൊന്നും കയ്യില്ല, അതിന് തൊട്ടൊന്നും കയ്യില്ലാത്ത മനുഷ്യനാണ്. ഏതോ രാജാവ് പറയുക, നിനക്ക് ഞാൻ മണി തരാം, ഈ ആൾക്കാരെ മേടിച്ചതാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ദൈവത്തോട് കൂടെ നടക്കുന്നവൻ ഒരിക്കലും ദൈവത്തെ ഒറ്റിക്കൊടുക്കത്തില്ല. നാം എവിടെയൊക്കെ ദൈവഹിതത്തിന് വെളിയിൽ പോകുന്നു അവിടെ നാം ദൈവത്തെ ഒറ്റിക്കൊടുക്കുക. അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട്. സ്തോത്രം. ഏതോ രാജാവെ, നീ എന്നെ അനുഗ്രഹിച്ചു അല്ലെങ്കിൽ നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിപ്പാൻ. നാളെ നീ എന്നെ എനിക്ക് നീ പണം തന്ന നാളെ ഞാൻ സമ്പന്നനായാൽ നീ അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ ലോക മനുഷ്യരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങിയാൽ, മനുഷ്യരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും നേടിയാൽ, അവർ നാളെ നമുക്ക് നേരെ തിരിഞ്ഞെന്ന് പറയും, ഞാനാണ് അവനെ സഹായിച്ചത്, ഞാനാണ് അവനെ ഉന്നതനാക്കിയത്. അബ്രഹാം പറയുകയാണ്, നീ എന്നെ സമ്പന്നനാക്കിയെന്ന് പറയാതിരിപ്പാൻ എനിക്ക് നിന്റെ ചരടാകട്ടെ, ചെരുപ്പിന്റെ വാറാകട്ടെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രാപ്തനായിരിക്കണം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്താൽ വാഴുവാൻ തക്കവണ്ണം അധികാരം ലഭിച്ച ഒരു ദൈവപൈതൽ. അബ്രഹാം അത് പറഞ്ഞു. തന്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി കരം ഉയർത്തി തന്റെ ദൈവത്തെ താൻ പ്രഖ്യാപിച്ചു. നമ്മൾ 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ അബ്രഹാമിന്റെ ഹൃദയത്തിന്റെ വേദന എത്രത്തോളം താൻ ഒതുക്കി വെച്ചിട്ടാണ് തൻ ദൈവത്തെ ഉയർത്തിയതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ കൊണ്ട് നടക്കുന്ന വേദനകൾ പലതായിരിക്കാം. അവിടെ ഒന്നും നമ്മുടെ ദൈവത്തെ നാം അടിയറ വയ്ക്കരുത്. സ്തോത്രം. നമ്മുടെ വേദനകളുടെ സാഹചര്യങ്ങളിൽ അതിനെ ഓവർകം ചെയ്യാൻ പലരും ശത്രുവിന്റെ പല തന്ത്രങ്ങളും നമ്മെ സഹായിച്ചു എന്ന് വരും, സഹായിക്കാൻ മുന്നോട്ട് വന്നു വരും. എന്നാൽ ദൈവഹിതമല്ലെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി നടക്കുന്നവരാണ് യഥാർത്ഥ ദൈവപൈതൽ. സ്തോത്രം. അബ്രഹാം തന്റെ ദൈവത്തിൽ അധികമായി പ്രത്യാശ വെച്ചു. 15-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദൈവം സ്വപ്നത്തിൽ അബ്രഹാമിന് പ്രത്യക്ഷനായി. അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. രാത്രി ദിവസത്തിലിരിക്കുന്ന ദൈവപൈതലേ, എവിടെയൊക്കെ നിങ്ങൾ വേദന അനുഭവിക്കുന്നു, എവിടെയൊക്കെ നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടുന്നു, ദൈവത്തിന്റെ ആത്മാവിനോട് നിങ്ങളോട് പറയാൻ കാര്യമുണ്ട്. ഞാൻ നിന്റെ പരിചയം, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഭാരപ്പെടേണ്ട. സ്തോത്രം. ആരംഭത്തിൽ പറഞ്ഞതുപോലെ നിന്നെ വാഴാനാണ്, നിന്നെ റൂള് ചെയ്യാനാണ് ഞാൻ നിന്നെ നിർമ്മിച്ച് നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ കർത്താവേ, എനിക്ക് പലപ്പോഴും അങ്ങനെ ഇതപ്രകാരം വാഴാൻ കഴിയുന്നില്ല പിതാവേ എന്നുള്ള ചിന്ത പോലും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ, വേദനയായി കടന്നു വരുമ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എങ്ങനെ എനിക്ക് കർത്താവ് ഈ ഒരു വിഷയത്തെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ലപ്പാ എന്നൊരു ചിന്ത കടന്നു വരുമ്പോൾ അവിടെയെല്ലാം കർത്താവിന്റെ മുഖത്തേക്ക് നോക്ക്, കർത്താവിനെ ഉയർത്തിക്കോ. പറയുക, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. അവിടെ എനിക്കൊരാത്ത വിഷമമുണ്ടായി. കാരണം സോദം രാജാവിന് മുൻപാകെ തന്റെ ദൈവത്തെ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം സംസാരിച്ചവനാണ്. ഹൃദയത്തിനകത്ത് എന്തോ ഒരു വേദനയുണ്ട്. പറയപ്പാ, കർത്താവേ, ഹോയ്, നീ എനിക്ക് എന്ത് തരും? പലപ്പോഴും നമ്മുടെ ചോദ്യങ്ങളൊക്കെ നമുക്കങ്ങനെ നമ്മുടെ ചോദ്യം ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിനകത്ത് ചോദ്യങ്ങളുമായി ചോദ്യചിഹ്നങ്ങളുമായി ദൈവത്തിലിരിക്കുന്ന ദൈവവേദങ്ങളെ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ കഴിവുള്ളവരാണ് നമ്മുടെ കർത്താവ്. അപ്പാ, സ്തോത്രം. ഇവിടെ അബ്രഹാമിന്റെ ചിന്ത എന്താണ്? തനിക്ക് മക്കളില്ല. തന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന ദാസനാകുന്ന സ്തോത്രം ദമേശക്കേരനായ എലയാസ്
എനിക്ക് എന്റെ സ്തോത്രം അടുത്ത പിൻഗാമിയായി മാറും. ഈ ചിന്ത തന്നെ വളരെ നാളായി അലട്ടുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവം നമ്മോട് ചോദിക്കുക, നിന്നെ അലട്ടുന്ന ഇവിടെ ദിവസം ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ വല്ലാതെ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സബ്ജക്ട് എന്താ? അത് നമ്മുടെ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് കൊടുക്കുക. കർത്താവ് പറയുക, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിക്കുന്ന നിലകളിൽ അല്ല കർത്താവ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. സ്തോത്രം. അവന്റെ വഴികൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഉയരത്തിലാണ്. അവന്റെ വിചാരങ്ങളും അവന്റെ ചിന്തകളും സ്തോത്രം ഭൂമിയിൽ നിന്ന് ആകാശം ഉയർന്നിരിക്കുന്നത് പോലെയാണ്. സ്തോത്രം. നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നതിലും അപ്പുറമാണ് കർത്താവിന് തന്റെ ജനത്തോടുള്ള ദയയും കരുണയും. ഇവിടെ വചനം പറയുന്നു, അവൻ നമ്മളെ വാഴാനായി വിളിച്ചിരിക്കുന്നു. മടങ്ങി വരാം. ഈ സ്തോത്രം ചിന്തയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവേ സ്തോത്രം, ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചവനാണ്. ഇന്ന് ഞാൻ കേട്ട ഈ ദൈവവചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഞാൻ വാഴാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. ആ ബോധ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. അങ്ങനെ അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ തടസ്സങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ട്. ഒന്ന് കണ്ടു കാണിച്ച് ദൈവത്തോട് പറഞ്ഞേ, കർത്താവേ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളെ ദൈവത്തിലേക്ക് ഇറക്കി വെച്ചേ. അപ്പൊ ഇന്ന മേഖലകളിൽ ഞാൻ ഭാരപ്പെടുന്നുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണേ. കർത്താവ് നമ്മോട് പറയാനുള്ള ഒരു കാര്യമാണ്, കുഞ്ഞ്, ഏത് വിഷയം നിന്റെ നടുവിലുണ്ടെങ്കിലും അതിനെ നിന്റെ നടുവിൽ നിന്ന് നീക്കാൻ ഞാൻ വിശ്വസ്തനാണ്. ആരംഭത്തിലേക്ക് നോക്കിക്കേ, വെളിച്ചമുണ്ടായപ്പോഴും ഇരുൾ അവിടെ ഉണ്ടായിരുന്നു. ഇരുൾ വെളിച്ചത്തിനൊരു തടസ്സമായി നിന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, കർത്താവ് ഇരുളിനെ വെളിച്ചത്തിൽ വേർതിരിച്ചു. എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നടുവിൽ തടസ്സമായി നിൽക്കുന്നതിനെ വേർതിരിച്ച് മാറ്റാൻ തക്കവണ്ണം വെള്ളത്തെയും ആകാശ വിധാനം കൊണ്ടുവന്ന വെള്ളത്തെ രണ്ട് സ്ഥലത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിവുള്ളവൻ, നിന്റെ ജീവിതത്തിൽ നീ വിഷമിക്കുന്ന വിഷയങ്ങളെ നിന്നിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് അകറ്റുവാൻ ശക്തനാണ്. ആകാശത്തിലെ പറവകളെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയവൻ, വെള്ളത്തിലൂടെ ചരിക്കുന്ന സകല ജന്തുക്കളെയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കാൻ കഴിവുള്ളവൻ. നമ്മുടെ ജീവിതത്തിൽ പുതിയവയെ സൃഷ്ടിപ്പാൻ തക്കവണ്ണം, അവരെ വാക്കിനാൽ ഉളവാക്കാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. പതറിപ്പോകല്ലേ, തണുത്തുപോകല്ലേ. എവിടെയൊക്കെ തണുത്തുപോയി, എവിടെയൊക്കെ നീ നിരാശനായി, എവിടെയൊക്കെ നീ നിരാശയായി തീർന്നു, കർത്താവ് നല്ലതുപോലെ അറിയാം. അവന്റെ മുഖത്തേക്ക് നോക്കിക്കേ. അവൻ പറയാ, ഞാൻ നിന്നെ ശ്രേഷ്ഠനും മാന്യനുമായി എണ്ണിയിരിക്കുന്നു. ഞാൻ നിന്നെ കാണുന്നത് പോലെ, ആരും നിന്നെ കണ്ടതില്ലെങ്കിൽ ഞാൻ നിന്നെ കാണുന്നു. പലപ്പോഴും മാനവകുലത്തിന്റെ ഒരു ചിന്താഗതിയാണ്, എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. അതിനെ വിളിച്ചു പറയുന്നു, മറ്റാരും നിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും നിനക്ക് വില കൽപ്പിച്ചുകൊണ്ട് നിന്നെ ശ്രദ്ധിക്കുന്നത് കർത്താവുണ്ട്. ആമേൻ. ആ കർത്താവ് നിന്നെ ഏറ്റവും ശ്രേഷ്ഠനായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എവിടെയൊക്കെ നമ്മൾ വീണുപോയി, എവിടെയൊക്കെ കർത്താവ് നമ്മെ അസൈൻ ചെയ്താക്കിയിരിക്കുന്ന ആ പദവിയിൽ നിന്ന് നമ്മൾ വീണുപോയോ, അവിടേക്ക് ഒന്ന് മടങ്ങി വരാൻ തന്റെ പുത്രനെ നൽകിക്കൊണ്ട് പറയുന്നു. തന്റെ പുത്രനിലേക്ക് നോക്കിക്കൊണ്ട് തന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്നവന് സ്തോത്രം, അവന് നിത്യജീവനെ കൊടുത്തുകൊണ്ടും അവനെ കർത്താവിലേക്ക് റീസ്റ്റോർ ചെയ്ത് അവനെ ആ പദവിയിലേക്ക്, വാഴാനുള്ള പദവിയിലേക്ക് ആക്കുവാൻ തക്കവണ്ണം നമ്മുടെ പിതാവ് റെഡിയാണ്. I can face tomorrow because He lives.
his birth the living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he was my future. And life is worth the living just because he lives. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലായ ക്രിസ്തു ഒരിക്കൽ കൂടി ഞങ്ങൾ തിരുസന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് കടന്നു വരുവാൻ ഹൃദയത്തോടെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ബന്ധപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന്റെ കൂടെ ഹൃദയമായി സംസാരിച്ചുകൊണ്ട് കൃപയ്ക്കായി കർത്താവേ, ലോകത്തിൽ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചപ്പോൾ കർത്താവെ ഞങ്ങൾ സകലത്തിന്റെ മേലും വാഴുവാൻ തക്കോടെ ഞങ്ങളെ സൃഷ്ടിച്ചാക്കിയെങ്കിൽ ഇത് കർത്താവെ ഞങ്ങളല്ല പലതും ഞങ്ങളെ വാഴുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറി. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വിഷയങ്ങളും ഭാരങ്ങളും നിരാശകളും ഭയങ്ങളും ആകുലതകളും എല്ലാം ഞങ്ങളെ വാഴുന്ന അവസ്ഥയിൽ പലപ്പോഴും ഞങ്ങളായി കർത്താവെ ഹല്ലേലൂയ. ലോകത്തുള്ള എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ വാഴുന്ന മണ്ഡലമല്ല, അതിനേക്കാളൊക്കെ അധികമായി അങ്ങയുടെ കൃപയിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിൽ നിന്നുകൊണ്ട് കർത്താവെ സകലത്തിന്റെ പേരും വാഴുവാൻ തക്കവണ്ണമുള്ള അധികാരമുള്ളവരായി ദൈവിക നിയോഗത്തിൽ മുന്നോട്ട് പോകുവാൻ സ്വർഗ്ഗം ഞങ്ങളെല്ലാവരെയും സഹായിക്കേണ്ടതിനെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ഭയമോ ആകുലതകളോ നിരാശകളോ ഭയങ്ങളോ എന്തെങ്കിലും ഒക്കെ വാഴുന്നെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രികാലം ഞങ്ങൾ ഇതിന്റെ മേലൊക്കെ ചേർത്ത് കൽപ്പിച്ച് പ്രാർത്ഥിക്കും. ക്രിസ്തുയേശുവിന്റെ സ്വാതന്ത്ര്യത്താൽ ഞങ്ങളോട് നിറയ്ക്കുന്ന കൃപയ്ക്കായി അതുപോലെ എല്ലാവരുടെ ശരീരത്തിലും മനസ്സിലും ശക്തി പ്രാപിച്ചവരായി ബലമേറ്റെടുത്തവരായി ധൈര്യത്തോടെ ബലത്തോടെ ശക്തിയോടെ വിടുതലോടെ ജയത്തോടെ മടങ്ങുവാൻ എല്ലാവരെയും സഹായിക്കുന്ന കൃപയ്ക്കായി കൂടിയിരിക്കുന്ന കർത്താവിന്റെ എല്ലാവരെയും യേശുവിന്റെ നാമം ചൊല്ലിക്കൂടെ അനുഗ്രഹിച്ചു ഹൃദയത്തിനായി പ്രാർത്ഥിച്ചു. കർത്താവ് ഞങ്ങളുടെ കൂടിയവരോടൊന്നും വ്യർത്ഥമല്ല. കർത്താവ് ഞങ്ങൾ വിതയ്ക്കുന്നൊക്കെയും ഒരു നാൾ കൊയ്യുമെന്ന് ഞങ്ങളുടെ വചനം പറയും. വിദേശത്ത് ഞങ്ങൾ വിതച്ചത് കർത്താവെ കൊയ്യുന്ന ആണ്ടുകളായി ഈ വർഷങ്ങളെ ഈ ദിവസങ്ങളെ മാസങ്ങൾ സ്വർഗ്ഗമെന്ന് തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. അനേക കർത്താവ് എങ്ങനെ അങ്ങടിലേക്ക് അടുത്തു വരുവാൻ, അനേകർ അങ്ങേ രക്ഷകർത്താവായി സ്വീകരിക്കുവാൻ, അനേകർ അങ്ങയുടെ സ്നേഹത്തിലേക്ക് അങ്ങയുടെ കൃപയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗ്ഗ മുഖാന്തരം ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. വലിയ ഗുണവനെ ദേശത്തെ നയിക്കാൻ
ഞങ്ങളുടെ ഇടം നാളെ വിശുദ്ധാരാധനകൾ സെല്ലേക്ക് കടന്നു വരുവാൻ ഒരുമിച്ച് ബന്ധപ്പെടുത്തുവാൻ ശ്രമിക്കാൻ വേണ്ടി അവസരം വെണ്ണുകാലത്തിലെ കുഞ്ഞാടൻ ചിറം പറയുന്ന ഓരോരുത്തരെയും മറന്ന് സൂക്ഷിക്കേണ്ടതിനെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി മുഖത്തും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ഉയർന്നു പറയാൻ നന്ദി കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ദൈവത്തിന്റെ സ്നേഹം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നടത്തിക്കൊണ്ട്